ഇന്നൊരു ഹൈ സ്പീഡ് ഫാൻ, ടേബിൾ ഫാനിൽ ഹൈ സ്പീഡ് ഫാനിൻ്റെ മോട്ടർ വൈൻഡിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് മുമ്പ് ഞാൻ ടേബിൾ ഫാൻ 4 പോൾ മോട്ടർ ചെയ്തിരുന്നു, ടേബിൾ ഫാൻ മോട്ടർ. അപ്പോൾ അതിലും വ്യത്യസ്തമാണ് ഇതിലെ വൈൻഡിങ് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇതിലവർ ചെയ്തിരുന്നത് വേറെ രീതിക്കാണ്, അതിൽ ചെറിയൊരു വ്യത്യാസം മാത്രം വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സെറ്റാണ്, ഒരു പോളിൽ 2 സെറ്റ് വൈൻഡിങ്ങാണ് വന്നിരുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒറ്റ സെറ്റായിട്ട് തന്നെ ചുറ്റി എടുത്തിട്ട് ഇതിനകത്ത് ഇറക്കുമ്പോൾ 2 സെറ്റായിട്ട് ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷനെല്ലാം കറക്റ്റായിരിക്കും, ചെയ്യുന്ന രീതിയിൽ മാത്രം ചെറിയൊരു വ്യത്യാസം. കാര്യം അല്ലാതെ ഇതിനകത്ത് 3 ടേപ്പിംഗ് വരുന്നത് കൊണ്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ ഒറ്റ സെറ്റായിട്ട് തന്നെ ചുറ്റി, ഒറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോളിന് 1 സെറ്റ് വൈൻഡിങ്, അതിനെ 2ആയിട്ട് മടക്കി ഇറക്കും ഇതിനകത്ത്. ആ രീതിയിലാണ് വൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് അളവെടുക്കാനായിട്ട് ടോട്ടൽ ലെങ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് 4 ഗ്യാപ്പ് വിട്ടിട്ടാണ് 1 സെറ്റ് വൈൻഡിങ് വരുന്നത്. 1 2 3 4. അപ്പോൾ 4 സെറ്റ് വിട്ടിട്ട് അത് കറങ്ങി അടുത്ത സെറ്റിൽ പോകും. കറക്റ്റ് അതിന് ഉള്ള ഗ്യാപ്പ് ഡിസ്റ്റൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം. 2 സൈഡും കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഒന്ന് വെച്ച് നോക്കാം കറക്റ്റാണോ എന്നുള്ളത്. സാധാരണ ടവർ ഫാൻ മോട്ടറിലൊക്കെ ഇതേ രീതിയിലാണ് വൈൻഡിങ് വരുന്നത്. സ്ഥിരം ചെയ്തിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. ഇപ്പോൾ ഈ വരുന്ന കമ്പി, ഫസ്റ്റ് സ്ലോട്ടിൽ നിന്ന് വരുന്ന കമ്പി, നമ്മുടെ ചെറിയ സൈസിൽ നിന്ന് വരുന്ന ഒരു കമ്പി കറങ്ങി അടുത്ത് വലുതിലേക്കാണ് പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ 2 സ്റ്റെപ്പായിട്ട് ചെറിയ സൈസും വലിയ സൈസും പ്രത്യേകം വൈൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചെറിയ സൈസിലുള്ളത് ആദ്യം ഉള്ളിൽ 2 സ്ലോട്ടിൽ ഇറക്കും, അടുത്ത സൈസ് വെളിയിലിറക്കും. അപ്പോൾ ഉള്ളിൽ നിന്ന് ചെറിയ സെറ്റിൽ നിന്ന് വരുന്ന ഒരു കമ്പി മാത്രമായിരിക്കും വലിയ സെറ്റിലേക്ക് പോകുന്നത്. അതേസമയം ഇതിൽ മൊത്തം എത്ര ടേൺസ്, എക്സാമ്പിൾ 500 ടേൺസ് ഉണ്ടെങ്കിൽ 500 ടേൺസും ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകും. അതാണ് ഈ വൈൻഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് 2 റിങ്ങും കൂടെ ചേർത്തുള്ള ലെങ്ത്. അപ്പോൾ ഇതേ ലെങ്തിലാണ് വൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ അളവെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് വൈൻഡിങ്ങാണ് ചുറ്റാൻ പോകുന്നത്. ഇതിൽ സ്റ്റാർട്ടിങ്ങിനും റണ്ണിങ്ങിനും 34ൻ്റെ കോപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ വരുന്നത് 220 ടേൺസാണ് ഫസ്റ്റ് ലെയർ. സെക്കൻഡ് ലെയർ 36, തേർഡ് ലെയർ 90. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 220 ടേൺസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ ടേബിൾ ഫാൻ മോട്ടർ വൈൻഡ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ കെട്ടേണ്ട ആവശ്യമില്ല. കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് വീണ്ടും ഇതിന് ലെയർ വരും. അപ്പോൾ ആ സമയത്ത് ചുറ്റുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ 220 ടേൺസ് വെച്ച് 2 സെറ്റ് വൈൻഡിങ്ങിലും ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് ഇനിയും 2 ലെയർ കൂടെ ചുറ്റാനുണ്ട്. ഇനി അടുത്ത് വീണ്ടും ഇതിൽ നിന്ന് തന്നെ തുടങ്ങണം. അടുത്ത ടേപ്പിംഗ് 36 ടേൺസാണ്. അപ്പോൾ ഇത് ചുറ്റി തുടങ്ങുമ്പോൾ വേണമെങ്കിൽ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ ടേപ്പിങ്ങിന് ഒരു കെട്ടിട്ടയ്യാം. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തീരുന്ന എൻഡിലും ഒരു കെട്ടിട്ടിരുന്ന് കഴിഞ്ഞാൽ കണക്ഷൻ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല, കണക്ഷൻ കൊടുക്കാൻ പറ്റും. അടുത്തതിലും 36 ചുറ്റാം. 36 ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ തുടക്കത്തിലിട്ടതുപോലെ തന്നെ ഒരു കെട്ട് ഇതിൻ്റെ എൻഡിൽ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ 90 ടേൺസാണ്. അപ്പോൾ അതിൽ 2 കെട്ടിട്ട് കൊടുക്കാം. രണ്ടാമത്തെ ടേപ്പിംഗ് ആണെന്ന് അറിയാനായിട്ട്. രണ്ട് കെട്ടിട്ട് കൊടുക്കാം. തൊണ്ണൂറ് ടേൺസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലും 90 ടേൺസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡിലും 2 കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനെ കെട്ടണം.
നമുക്കിതിൽ രണ്ട് സൈഡും കെട്ടണം. അപ്പോൾ ഇതിൽ കെട്ടിടാത്ത ലീഡ് 220 ടേൺസ്, ഒരു കെട്ടിട്ടത് 36 ടേൺസ്, രണ്ട് കെട്ടിട്ടത് 90 ടേൺസ്. അപ്പോൾ അത് കണക്കാക്കിയാണ് കൊടുക്കേണ്ടത്. ഇടത് സൈഡിൽ തന്നെയാണ് ലീഡ് വിട്ടിരിക്കുന്നത്. ഇതിൽ നല്ല ഹൈ സ്പീഡ് മോട്ടറുകളിൽ നല്ല സ്ഥലം ഉണ്ടാവും ഉള്ളിൽ, അതിൻ്റെ നല്ല എളുപ്പമാണ്. ഇനി ഇത് നേരെ അടുത്ത വലിയ സൈസിലേക്ക് പോകും. ഇതാണിത്. ഹൈ സ്പീഡ് ഫാൻ വൈൻഡ് ചെയ്യാൻ എളുപ്പ വഴി ഇതാണ്. അല്ലാതെ നമുക്ക് ഇതിൽ സ്പീഡ് ടാപ്പിംഗ് നമ്മളെ 4 പോൾ മോട്ടറിലൊക്കെ ചെയ്യുന്നത് പോലെ സ്പീഡ് ടാപ്പിംഗ് എടുക്കാൻ പറ്റില്ല. ഇത് മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ഇതിൽ വേറെ ഒന്നും നോക്കാനില്ല. 2 പോൾ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റ് എങ്ങനെയാണ്, ഏത് സൈഡാണോ ലീഡ് വിട്ടത്, 2 പോൾ മോട്ടർ, അത് ഏത് മോട്ടറായിരുന്നാലും ഫസ്റ്റ് സെറ്റിൽ നമ്മൾ ഇടത് സൈഡാണ് ലീഡ് വിട്ടതെങ്കിൽ ഇതിലും ഇടത് സൈഡ് തന്നെ ലീഡ് വിട്ടാൽ മതി. ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കും. വേറെ ഒന്നും നോക്കാനില്ല. ലെഫ്റ്റ് റൈറ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ജോയിൻ്റ് ഇല്ലാതെ ചുറ്റി എടുക്കുന്നതുകൊണ്ട് ഫസ്റ്റ് സെറ്റിൽ നമ്മൾ ചുറ്റി തുടങ്ങിയപ്പോൾ ഇടത് സൈഡാണ് ലീഡ് വിട്ടതെങ്കിൽ ഇതിലും ഇടത് സൈഡ് വിടുക, അതിൽ വലത് സൈഡാണ് വിട്ടതെങ്കിൽ ഇതിലും വലത് സൈഡ് വിടുക. അത്രയേ ഉള്ളൂ. ഒരു വൈൻഡിങ്ങിൽ നിന്ന് അടുത്ത വൈൻഡിങ്ങിലോട്ട് പോകുന്ന കമ്പി അല്പം ലൂസായി പോയി. അതിന് വേറെ ഒന്നും പേടിക്കാനില്ല. അതിനെ ഈ സൈഡിൽ എവിടെയെങ്കിലും മടക്കി വെച്ചാൽ മതി. സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ തന്നെ മടക്കി വെച്ചാൽ മതിയാവും. ഇത് വേറെ പ്രശ്നമില്ല. ഇനി റണ്ണിങ് വൈൻഡിങ്ങാണ് ചുറ്റേണ്ടത്. അപ്പോൾ ഇതിൽ റണ്ണിങ് വൈൻഡിങ്ങിൽ ഇനി വേറെ ഒന്നും നോക്കാനില്ല. 340 ടേൺസ് വെച്ച് 2 സെറ്റ് ചുറ്റിയാൽ മതിയാവും. സ്റ്റാർട്ടിങ് വൈൻഡിങ് ഇതിനുള്ളിൽ ഇറക്കിയതുപോലെ തന്നെ ഈ റണ്ണിങ് വൈൻഡിങ് ഇറക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടിലാണ് ആദ്യം ഇറക്കേണ്ടത്. ഇപ്പോൾ വൈൻഡിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ലീഡടിച്ച് കെട്ടി വാർണിഷ് ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി പൂർത്തിയാവും. അപ്പോൾ ഈ സൈഡ് ആദ്യം കെട്ടി ഒതുക്കാം.
അതിനെക്കുറിച്ച് ഇതിൽ കാണിക്കുന്നില്ല. കഴിഞ്ഞ ടേബിൾ ഫാൻ മോട്ടോർ വൈൻഡിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 വൈൻഡിങ്ങിൻ്റെ ഇടയിൽ പേപ്പർ വെച്ചിട്ടാണ് കെട്ടാൻ പോകുന്നത്. ഇതിൽ ഒരു സൈഡ് കെട്ടി ഒതുക്കിയിട്ടുണ്ട്. പിന്നെ മറു സൈഡ് ലീഡ് അടിച്ച് കെട്ടി വാർണിഷ് ഒഴിക്കണം.